ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ പിന്നെയും ദൈവത്തിൻ്റെ വചനവുമായിട്ട് നമുക്കായിരിക്കുവാൻ കർത്താവ് നമുക്ക് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഞായറാഴ്ചകളിൽ രാത്രി ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാനായിട്ട് കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഈ വീഡിയോ, റെക്കോർഡഡ് വീഡിയോ യൂട്യൂബിൽ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുകയും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പിന്നെയും ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. എഫേസ് ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ചില ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസുള്ള ദൈവമക്കളെ ഓർപ്പിക്കുന്നത് അവരെ ദൈവം വിളിച്ച ആ വിളിക്ക് യോഗ്യമായി നടക്കുക എന്നാണ് താൻ അവരെ ഓർപ്പിക്കുന്നത്. എങ്ങനെയാണ് യോഗ്യമായിട്ട് നടക്കേണ്ടത് എന്ന് നമ്മൾ വിശദമായിട്ട് ചിന്തിച്ചു. പൂർണ്ണ വിനയത്തോടെ, സൗമ്യതയോടെ, ദീർഘക്ഷമയോടെ, സ്നേഹത്തോടെ, അന്യോന്യം പൊറുത്തുകൊണ്ട്, അതുപോലെ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാത്തുകൊണ്ട്, അങ്ങനെ തങ്ങളെ വിളിച്ച ആ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുവാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് ആ എഫെസോസുള്ള ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മൾ അതിൻ്റെ മുൻപോട്ടേക്കുള്ള ഭാഗങ്ങൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എഫേസ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ വായിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പം ഇവിടെ ഈ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ സത്യത്തിൽ ഇംഗ്ലീഷിൽ ആരംഭിക്കുന്നത് ബിക്കോസ് എന്ന് പറഞ്ഞിട്ടാണ്. എന്ന് വെച്ചാൽ എന്തുകൊണ്ടെന്നാൽ. അപ്പം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളെ വിളിച്ച ആ വിളിക്ക് യോഗ്യമായിട്ട് നടക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അപ്പോസ്തലൻ പറയുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിളി എങ്ങനെയുള്ളതാണ് എന്നാണ് ഈ 4-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് നമ്മെ വിളിച്ചപ്പോൾ എങ്ങനെയാണ് ദൈവം വിളിച്ചത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ദൈവം വിളിച്ചത് എന്നാണ് ഈ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ദൈവം നമ്മെ വിളിച്ചു എന്നുള്ളത് എഫേസ് ലേഖനം 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെ നമ്മൾ വിശദമായിട്ട് പഠിച്ചു. അപ്പോൾ ആ വിളിച്ചപ്പോൾ എന്തിനു വേണ്ടിയാണ് വിളിച്ചത്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് വിളിച്ചത് എന്നാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത് പറയുന്നത് നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ. അപ്പം ഏക പ്രത്യാശയ്ക്കായിട്ടാണ് വിളിച്ചത്. അതുപോലെ ശരീരം ഒന്നാണ്, ആത്മാവ് ഒന്നാണ്, കർത്താവ് ഒരുവനാണ്, വിശ്വാസം ഒന്നാണ്, സ്നാനം ഒന്നാണ്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവനും ഒരുവനാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്നാണ്. ഈ ഒന്നായിരിക്കുന്ന ഇതിലേക്കാണ് ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇപ്പം എന്താണ് ഒന്നാമത് നമ്മളവിടെ ചിന്തിക്കുന്നത്, കർത്താവ് നമ്മളെ വിളിച്ചപ്പോൾ അവൻ നമ്മെ വിളിച്ചത് ഒരു ശരീരമായിരിക്കാനാണ് വിളിച്ചത്, ഒരു ശരീരത്തിലേക്കാണ് വിളിച്ചത്. അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കർത്താവ് നമ്മെ വിളിച്ചപ്പോൾ നമ്മൾ മറക്കരുത്, കർത്താവ് നമ്മളെ വിളിച്ചപ്പോൾ അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്
ഒരു ശരീരമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഒരു ശരീരം. അപ്പം നമ്മൾ ചിന്തിക്കും, നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ശരീരങ്ങളില്ലേ? ഉണ്ട്. ഇപ്പം എനിക്കൊരു ശരീരമുണ്ട്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ശരീരമുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ശരീരങ്ങളുണ്ട്. പക്ഷേ കർത്താവ് നമ്മെ ആത്മീകമായിട്ട് വിളിച്ചത് ഒരൊറ്റ ശരീരത്തിലേക്കാണ് വിളിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരൊറ്റ ശരീരത്തിലേക്ക്. അതായത് ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ, പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ, അല്ലെങ്കിൽ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ആ ക്രിസ്തുവിൻ്റെ ശരീരമായ ആ സഭയിലേക്കാണ് നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചിരിക്കുന്നത്. അപ്പം ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറയുന്ന സഭ ഒന്നാണ്. അത് വിഭജിക്കപ്പെട്ടിട്ടില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ ആലോചിക്കും, ഇന്ന് സഭകൾ എന്ന പേരിൽ പല വിഭജനങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അല്ലേ? എന്തെല്ലാം വിഭജനങ്ങൾ! റോമൻ കത്തോലിക്ക സഭ, യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, പിന്നെ പ്രൊട്ടസ്റ്റൻ്റ് CSI, മർത്തോമ, ഇവാഞ്ചലിക്കൽ, ലൂതറൻ, പിന്നെന്താണ് അങ്ങനെ പോയി, പിന്നെ സാൽവേഷൻ ആർമി, പിന്നെന്താണ് ബ്രദറൻ സഭകൾ, പെന്തക്കോസ്ത് സഭകൾ, പെന്തക്കോസ്റ്റിനകത്ത് തന്നെ എത്രമാനം സഭകൾ കിടക്കുന്നു അല്ലേ? അപ്പം ഇങ്ങനെ പല സഭകളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വ്യത്യാസമെല്ലാം മനുഷ്യരുടെ മുമ്പിൽ മാത്രമാണുള്ളത് എന്ന് നമ്മൾ മറക്കരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ സഭ ഒന്നേ ഉള്ളൂ. അത് നമ്മൾ മറക്കരുത്. ഇത് ഞാൻ പറയുമ്പോൾ എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടും, എത്ര പേർക്ക് അത് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പറ്റും എന്ന് എനിക്കറിയില്ല. പക്ഷെ അതെൻ്റെ വിഷയമല്ല. ദൈവവചനം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സഭ എത്രണ്ണമുണ്ട്? സഭ ഒന്നേ ഉള്ളൂ. മറക്കരുത്. അപ്പം ആ ഒരു സഭയിലേക്കാണ് കർത്താവ് നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചിരിക്കുന്നത്. കർത്താവ് വിളിച്ച എല്ലാവരെയും ആ ഒരൊറ്റ സഭയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം ഇന്നിവിടെ കാണുന്നതൊക്കെയോ, അതിനെ ഞാൻ പറയുന്നത് അത് സഭകളല്ല, അത് സംഘടനകളാണ്, ഓർഗനൈസേഷനുകളാണ്. ദേ ആർ നോട്ട് ചർച്ച്. അത് സഭകളല്ല, അത് സംഘടനകളാണ്, പ്രസ്ഥാനങ്ങളാണ്. സഭ എത്രണ്ണേ ഉള്ളൂ? ഒരെണ്ണമേ ഉള്ളൂ. ആ ഒരു സഭയുടെ ലോക്കൽ യൂണിറ്റുകളായിട്ട് അതാത് സ്ഥലങ്ങളിൽ സ്ഥലം സഭകളുണ്ട്. അപ്പം സഭ ഒന്നേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ഒന്നേ ഉള്ളൂ. ആ സഭയുടെ പ്രാദേശിക യൂണിറ്റുകളായിട്ട് ഓരോ പ്രദേശങ്ങളിൽ, ഓരോ സ്ഥലങ്ങളിൽ പ്രാദേശിക സഭകളാണുള്ളത്. അതുകൊണ്ടാണ് ദൈവവചനം പഠിക്കുമ്പോൾ നമ്മൾ സഭകളുടെ പേര് കാണുന്നത്. കൊരിന്തിലെ സഭ, റോമിലെ സഭ, എഫസോസിലെ സഭ, കൊലോസിയിലെ സഭ, ലവോദിക്കയിലെ സഭ, ഫിലഡൽഫിയയിലെ സഭ എന്നൊക്കെ നമ്മൾ ആ സ്ഥലത്തെ സഭകളെക്കുറിച്ചാണ് കാണുന്നത്. അല്ലാതെ എഫസോസിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയോ IPC സഭയോ അല്ല. നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ കത്തോലിക്ക സഭയോ ഓർത്തഡോക്സ് സഭയോ അല്ല അവിടുത്തെ സഭ. കാരണം സഭ ഒന്നേ ഉള്ളൂ. ആ സഭയുടെ ഒരു സ്ഥലത്തെ യൂണിറ്റാണ് അവിടുത്തെ പ്രാദേശിക സഭ എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഇന്ന് മനുഷ്യർ ആ ഡിസൈനിനെ എന്ത് ചെയ്തു? പെർവേർട്ട് ചെയ്തു. അതിനെ തലതിരിച്ചിട്ട് ഓരോരുത്തർക്ക് ഓരോ സംഘടനകൾ ഉണ്ടാക്കി. ആ സംഘടനകളുടെ ലോക്കൽ യൂണിറ്റുകൾ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുവന്നാക്കി. അപ്പം എന്ത് പറ്റി? ഒരു സ്ഥലത്ത് തന്നെ IPCയുടെ 4 സഭ, AGയുടെ സഭ, ശാരോൻ്റെ സഭ, സ്വതന്ത്ര സഭകൾ, പിന്നെ കത്തോലിക്ക സഭ, യാക്കോബായ സഭ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് തന്നെ 10-25-30 സഭകളായി. അത് ദൈവത്തിൻ്റെ ഡിസൈൻ അല്ല. അതല്ല ദൈവത്തിൻ്റെ ഡിസൈൻ. മറക്കരുത്. ദൈവത്തിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് വിളിക്കപ്പെട്ടവരെല്ലാം അംഗമായിരിക്കുന്ന ഒരൊറ്റ സഭ. ആ സഭയുടെ പ്രാദേശിക യൂണിറ്റുകളാണ് ഓരോ സ്ഥലത്തുമുള്ള സ്ഥലം സഭകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സ്ഥലം സഭ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ഞാൻ അതുമല്ല പറയുന്നത്. ആ സംഘടനയെ പറ്റിയുമല്ല ഞാൻ പറയുന്നത്.
ഞാൻ പറയുന്നത് സഭ എന്താണ്, ദൈവവചന പ്രകാരമുള്ള സഭ എന്താണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പം ദൈവം നമ്മളെ വിളിച്ചപ്പോൾ വിളിച്ചത് കത്തോലിക്ക സഭയിലേക്കോ ഓർത്തഡോക്സ് സഭയിലേക്കോ മർത്തോമ സഭയിലേക്കോ പെന്തക്കോസ്തിലേക്കോ ബ്രദറിലേക്കോ രക്ഷാസൈന്യത്തിലേക്കോ ഒന്നുമല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. കർത്താവ് നമ്മളെ വിളിച്ചപ്പോൾ വിളിച്ചത് അവൻ്റെ ശരീരമാകുന്ന ഏക സഭയിലേക്കാണ്. ആ ഏക സഭയ്ക്ക് നമ്മുടെ പ്രദേശത്തുള്ള ലോക്കൽ യൂണിറ്റ്, ഒരൊറ്റ ലോക്കൽ യൂണിറ്റ്, അതിൽ ആയിരിക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ വിളി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഒരു സ്ഥലത്ത് തന്നെ പല സംഘടനകൾ, പല സഭകൾ എന്ന പേരിൽ കൂടിയൊരുകൾ ഉണ്ടാക്കുന്നത്. അവർക്കിത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് പൗലോസ് എഴുതുന്നത്, നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമായിട്ട് നടക്കണം. നിങ്ങളെ വിളിച്ചപ്പോൾ പല സഭയായിട്ടല്ല വിളിച്ചത്, പല ശരീരമായിട്ടല്ല വിളിച്ചത്. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക ശരീരമായിട്ടാണ് വിളിച്ചത്. അതുകൊണ്ട് അതിന് യോഗ്യമായിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നടക്കേണ്ടത്. എനിക്കറിയാം, ഞാൻ ഈ പറയുന്നത് പലർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷേ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല എൻ്റെ ദൗത്യം. ദൈവവചനം എന്ത് പറയുന്നു അത് മറ കൂടാതെ പറയുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ഓക്കെ, ചില വാക്യങ്ങൾ നമുക്ക് ഇതോടുള്ള ബന്ധത്തിലൊന്ന് വായിക്കണം. അതായത് എന്താണ്, റോമാലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ, റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 4ഉം 5ഉം വാക്യങ്ങളിൽ നമ്മൾ അവിടെ വായിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ പറഞ്ഞത്, ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും, അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ഇപ്പം എന്താ നമ്മൾ വായിച്ചത് എന്ന് വെച്ചാൽ, ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങൾ ഉണ്ട്. ഇപ്പം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ ശരീരങ്ങളുണ്ട്. പക്ഷെ ആ ശരീരങ്ങളൊക്കെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ഏക ശരീരമാകുന്ന സഭയ്ക്കകത്തെ അവയവങ്ങളാണ്, ഓർഗൻസാണ്. അപ്പോൾ ചർച്ച് ഈസ് നോട്ട് ആൻ ഓർഗനൈസേഷൻ. സഭ ഒരു സംഘടനയല്ല, ഇറ്റ് ഈസ് ആൻ ഓർഗാനിസം. അതൊരു ശരീരമാണ്. ആ ശരീരത്തിനകത്ത് ഓർഗൻസാണ് നമ്മൾ ഓരോരുത്തരും. അതാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഒരു ശരീരത്തിൽ നമുക്ക് എന്തുണ്ട്, പല അവയവങ്ങൾ ഉണ്ട്. എല്ലാ അവയവങ്ങളുടെയും പ്രവൃത്തി ഒന്നല്ല. അതുപോലെ പലരായ നാം, പല ശരീരങ്ങളിൽ ജീവിക്കുന്ന നാം എല്ലാവരും ക്രിസ്തുവിൽ ഒരു ശരീരവും തമ്മിൽ അവയവങ്ങളുമാകുന്നു. അപ്പം രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവത്താൽ വിളിക്കപ്പെട്ട എല്ലാവരും, അവർക്ക് ഭൗതികമായിട്ട് അവരവരുടെ ശരീരങ്ങളുണ്ടെങ്കിലും ദൈവവചനം പറയുന്നു നമ്മളെല്ലാവരും, ദൈവം നമ്മെ വിളിച്ചത് ക്രിസ്തുവിൻ്റെ ശരീരങ്ങളായ അല്ല, ക്രിസ്തുവിന് ഒരൊറ്റ ശരീരമേ ഉള്ളൂ. ആ ശരീരമായ സഭയിലേക്കാണ് വിളിച്ചത്. നമ്മൾ ഓരോരുത്തരും ആ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ അവയവങ്ങളാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യ് മുറിച്ച് കളഞ്ഞാൽ ആ കയ്യ് പുതിയ ശരീരമായിട്ട് എന്ത് ചെയ്യില്ല, വളരില്ല. ഞാൻ സയൻസ് പഠിപ്പിക്കുമ്പോൾ, റീപ്രൊഡക്ഷനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവിടെ പറയാറുണ്ട്, പ്ലനേറിയ എന്ന് പറഞ്ഞൊരു ചെറിയൊരു വരയുണ്ട്. ആ വരയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിന് റീജനറേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് അതിനെ മുറിച്ചാൽ അതിൻ്റെ ഓരോ കഷ്ണങ്ങളും എന്താകും, പുതിയൊരു ശരീരമായിട്ട് വരും. പക്ഷെ മനുഷ്യന് അങ്ങനത്തെ കപ്പാസിറ്റി ഇല്ല. ഇന്ന് പല സഭകളും പ്ലനേറിയ സഭകളാണ്. എന്ന് വെച്ചാൽ മുറിയുന്നു, അത് പിന്നെയും സഭ എന്ന് പറഞ്ഞിട്ട് വരുന്നു, അത് പിന്നെയും മുറിയുന്നു, പിന്നെയും സഭയായിട്ട് വരുന്നു. പക്ഷെ കർത്താവിൻ്റെ ശരീരത്തിന് അങ്ങനെ ഇല്ല. കർത്താവിൻ്റെ ശരീരത്തെ നിങ്ങൾക്ക് മുറിക്കാനായിട്ട് പറ്റില്ല. മുറിച്ചാൽ നിങ്ങൾ ആ ശരീരത്തിൽ നിന്ന് വേർപെടുക ചെയ്യുന്നത്, മറക്കരുത്. അപ്പം ശരീരം ഒന്നാണ്, ആ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മൾ എല്ലാവരും എന്നാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇനി 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്,
അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. അപ്പം ഇവിടെ എന്താണ്, നമ്മൾ നുറുക്കുന്ന അപ്പത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അപ്പം ആ അപ്പം ഒന്നായതുകൊണ്ട് പലരായ നാം എല്ലാവരും എന്താണ്, ഒരു ശരീരമാകുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പം നോക്കിക്കേ, സഭയ്ക്കകത്ത് നമ്മൾ നുറുക്കുന്ന അപ്പം അത് ഒന്നാണ്. എന്ന് വെച്ചാൽ അവിടെ ഒന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് ന്യൂമറിക്കലി ഒന്നായിക്കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല. കാരണം നമുക്കറിയാം, അപ്പോസ്തലിക കാലഘട്ടത്തിൽ ഈ അപ്പം നുറുക്ക് എന്ന് പറയുന്നത് അവർ ഭക്ഷണം കഴിക്കുന്നതായിരുന്നു. ഇന്നത്തെ പോലെ ഒരു റൊട്ടി എടുത്തിട്ട് അതിൻ്റെ ഒരു കുഞ്ഞു പീസ് എടുക്കുന്ന പരിപാടിയില്ല. അത് ഞാൻ എതിരല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിക്ക് ആ കാര്യങ്ങൾ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അന്ന് ഇവർ ഭക്ഷണം കഴിക്കുന്ന പരിപാടിയായിരുന്നു അത്. അപ്പോൾ സഭയ്ക്കകത്തുള്ളവരെല്ലാവരും കൂടെ ഒരപ്പത്തും നല്ല ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ അവിടെ പറഞ്ഞത് നാം എല്ലാവരും ഒരേ അപ്പത്തിൻ്റെ എന്ന് വെച്ചാൽ സെയിം ബ്രെഡ്, ഒരേ ടൈപ്പ്. ഇപ്പം ചപ്പാത്തി ആണെങ്കിൽ എല്ലാവർക്കും എന്താണ്, ചപ്പാത്തിയാണ്. കുറച്ച് പേർക്ക് ചപ്പാത്തിയും കുറച്ച് പേർക്ക് ദോശയും കുറച്ച് പേർക്ക് വെള്ളയപ്പവും, അങ്ങനെയല്ല, സെയിം ബ്രെഡ്. ഓക്കെ, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ന്യൂമറിക്കലി ഒരു ബ്രെഡ് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാനങ്ങനെ ചെയ്യുന്നതിനെതിരല്ല. ഞാനും ലോർഡ് സപ്പർ നടത്തുന്ന സമയത്ത് ഒരൊറ്റ അപ്പം വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ ഞാനതിനെതിരല്ല. പക്ഷേ അതിനകത്ത് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അത് നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്, നമ്മളെല്ലാവരും എന്താണ്, ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ്, ഒരു ശരീരമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. അപ്പം നമ്മൾ പലരാണ്, ഫിസിക്കലി ഭൗതികമായിട്ട് നോക്കുമ്പോൾ നമ്മൾ പലരാണ്. പക്ഷെ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ ഒരു ശരീരമാണ് എന്നുള്ളത് മറക്കരുത്. ഇനി ഇതിൻ്റെ തന്നെ 12-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണെന്ന് നോക്കാം. ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്, ശരീരം ഒന്നും അതിന് അവയവം പലതും ആയിരിക്കുന്നത് പോലെ നാമും പലതായിരിക്കെ എല്ലാം ഒരു ശരീരമാണ്. അതായത് അവിടെ പറഞ്ഞതാണ്, ശരീരം ഒന്നാണ് പക്ഷെ അവയവങ്ങൾ പലതാണ്. അപ്പം അവയവങ്ങൾ പലതാണ് എന്ന് വെച്ച് പല ശരീരങ്ങളില്ല. അവയവങ്ങൾ പലതാണെങ്കിലും ശരീരം എത്രയേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഏത് പ്രാദേശിക കൂട്ടായ്മയിലാണെങ്കിലും വിളിക്കപ്പെട്ടവരെല്ലാവരും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അത് മറക്കുന്നത് കൊണ്ടാണ് ആ വിളിക്ക് യോഗ്യമായി നടക്കാൻ നമുക്ക് കഴിയാതിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതിൻ്റെ തന്നെ 20-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 12-20 നമ്മൾ വായിക്കുമ്പോൾ അവിടെയും നമ്മൾ വായിക്കുന്നു, എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. ഇപ്പോൾ പല അവയവങ്ങളുണ്ട് പക്ഷെ ശരീരം ഒന്നാണ്. ശരീരം ഒന്നാണ്. ഒരിക്കലും ഓരോ അവയവങ്ങളെ പ്രത്യേകം പ്രത്യേകം ശരീരങ്ങളായിട്ട് കണക്കാക്കരുത്. അവരെല്ലാവരും ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങൾ ആണ്. ഇനി കൊലോസ്യ ലേഖനം
3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? കൊലോസ് ലേഖനം 3:15 നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനാലല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. അപ്പം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഏക ശരീരമായിട്ടാണ്. എന്തിനാൽ? ക്രിസ്തുവിൻ്റെ സമാധാനത്താൽ. ക്രിസ്തുവിൻ്റെ സമാധാനം എന്താണെന്ന് എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു. എന്താണ്? യഹൂദന്മാരും വിജാതീയരും തമ്മിൽ ഒരു ബന്ധവുമില്ലായിരുന്നു. യഹൂദനും ദൈവവും തമ്മിൽ ബന്ധമില്ലായിരുന്നു. വിജാതീയനും ദൈവവും തമ്മിൽ ബന്ധമില്ലായിരുന്നു. ഇവർ 3 കൂട്ടർക്കും പരസ്പരം സമാധാനമില്ലായിരുന്നു. എന്നാൽ ക്രിസ്തു യഹൂദനെയും വിജാതീയനെയും ഒരുമിപ്പിച്ചു, അവരുടെ ഇടയിൽ സമാധാനമുണ്ടാക്കി. എന്നിട്ട് ഇവരെ ഒരു പുതിയ സൃഷ്ടിയാക്കിയിട്ട് തൻ്റെ ശരീരത്തിലൂടെ ദൈവവുമായിട്ടും ഇവരെ നിരപ്പിച്ചു, ദൈവവുമായിട്ടും സമാധാനമുണ്ടാക്കി. അപ്പം ക്രിസ്തുവിൻ്റെ സമാധാനത്താലാണ് നാം എന്ത് ചെയ്തിരിക്കുന്നത്? ഏക ശരീരമായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മളെ വിളിച്ചത് ഏക ശരീരമായിട്ടാണ് വിളിച്ചത് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മളെ വിളിച്ചത് ഏക ശരീരമായിട്ടാണ് വിളിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മറക്കരുത്. ഓക്കെ? അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം അത് തന്നെയാണ്. നമ്മളെ വിളിച്ചത് ഒരു ശരീരമായിട്ടാണ്. അതിന് യോഗ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നടക്കണം എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇനി എഫേസ് ലേഖനം നമ്മളെടുക്കുമ്പോൾ, എഫേസ് ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അത് നമ്മൾ പിന്നെ വിശദമായിട്ട് ചിന്തിക്കും. എന്നാലും ഇവിടെ നമ്മൾ ചിന്തിച്ചു വരുന്നത് കൊണ്ട് ആ ഭാഗം കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകാം. അതിൻ്റെ 30-ാം വാക്യം, എഫേസ് ലേഖനം 5:30 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. ആരുടെ ശരീരത്തിൻ്റെ? ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നാം എന്നാണ് അവിടെ പറയുന്നത്. അപ്പം നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. അപ്പം എന്താണ് പൗലോസ് എഫേസ് ലേഖനത്തിൽ പറഞ്ഞു വരുന്നത്? നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായിട്ട് നിങ്ങൾ നടക്കണം. എന്തുകൊണ്ട്? നമ്പർ 1, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക ശരീരമായിട്ടാണ് നിങ്ങളെ വിളിച്ചത്. ആ ഏക ശരീരമായിട്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് പൂർണ്ണ വിനയത്തിലും ദീർഘക്ഷമയിലും സ്നേഹത്തിലും സമാധാന ബന്ധത്തിലും ഒക്കെ നടക്കാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നമ്മൾ മറക്കരുത്, ദൈവം നമ്മെ വിളിച്ചത് ഏക ശരീരമായിട്ടാണ് വിളിച്ചത്. അവൻ നമ്മെ വിളിച്ചത് ഏതെങ്കിലും ഒരു സംഘടനയിലേക്കല്ല, ഒരു പ്രസ്ഥാനത്തിലേക്കല്ല. നമുക്കൊരു പക്ഷേ ഒരു പ്രസ്ഥാനത്തിനകത്ത്, ഒരു സംഘടനയ്ക്കകത്ത് മെമ്പർഷിപ്പൊക്കെ കാണുമായിരിക്കും. കുഴപ്പമില്ല, ഞാനതിനെതിരല്ല. പക്ഷേ അതിനകത്ത് മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ട് സഭയിലെ അംഗങ്ങളാണ് നാം എന്ന് തെറ്റിദ്ധരിക്കരുത്. അത് സഭയല്ല, അതല്ല സഭ, അതല്ല സഭ. സഭ എന്ന് പറയുന്നത് ദൈവം വിളിച്ചവരുടെ കൂട്ടമാണ് സഭ. ദൈവം എങ്ങോട്ടാണ് വിളിച്ചത്? സംഘടനകളിലേക്കല്ല വിളിച്ചത്. ദൈവം വിളിച്ചത് തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്കാണ് വിളിച്ചത്. ദെർ ഇസ് ഓൺലി വൺ ബോഡി, ഒരൊറ്റ ശരീരമേ ഉള്ളൂ. സംഘടനകൾ പലതുണ്ട്. അത് സഭയല്ല, അത് സംഘടനകളാണ്. നമ്മൾ അതിനകത്തൊക്കെ നടക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, സഭ ഇങ്ങനെയാണോ എന്ന്. അല്ല, അത് സഭയല്ല. അതുകൊണ്ടാണ് അതിനകത്ത് പലതും നടക്കുന്നത്. കാരണം അവർ സംഘടനയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. സംഘടനയിലേക്ക് വിളിക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സംഘടന, തങ്ങളുടെ സംഘടനയുടെ ഭാരവാഹിത്വം,
തങ്ങളുടെ സംഘടനയുടെ ഭരണസമിതി, തങ്ങളുടെ സംഘടനയിലെ അംഗബലം, തങ്ങളുടെ സംഘടനയിലെ ആ കെട്ടുറപ്പ്, ഇതൊക്കെയാണ് അവർക്ക് വിഷയം. കാരണം അവർ വിളിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ വിളിച്ചിരിക്കുന്നത്, അവർ ചിന്തിക്കുന്നത് ഒരു സംഘടനയിലേക്ക് വിളിച്ചിരിക്കുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഒരു സംഘടനയിലേക്കല്ല. സംഘടന തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ദൈവം നമ്മെ വിളിച്ചത് ഒരു സംഘടനയിലേക്കല്ല, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്കാണ് വിളിച്ചത്. മറക്കരുത്, ഒരിക്കലും മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സംഘടനയുടെ ചട്ടക്കൂടുകളും സംഘടനയുടെ കീഴ്വഴക്കങ്ങളും സംഘടനയുടെ ശാസനങ്ങളും ഒന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കാരണം കർത്താവ് നമ്മെ വിളിച്ചത് സംഘടനയിലേക്കല്ല. ഹല്ലേലൂയ. നോക്കിക്കേ, ക്രിസ്തു നമ്മെ വിളിച്ചത് സ്വാതന്ത്ര്യത്തിലേക്കാണ് വിളിച്ചത്. ഒരു സംഘടനയുടെയും അടിമത്വത്തിലേക്കല്ല ക്രിസ്തു നമ്മെ വിളിച്ചത്. ഇന്ന് കാണുന്ന സകല സംഘടനകളും നമ്മെ ആ സംഘടനകളുടെ അടിമകളാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറക്കരുത്. അത് ഏത് സംഘടനയും നിങ്ങൾ എടുത്തോളൂ, സഭ എന്ന പേരിൽ അറിയപ്പെടുന്ന, ചർച്ച് എന്ന പേര് വാലായിട്ട് ചേർത്തിരിക്കുന്ന ഏത് സംഘടനയും നിങ്ങൾ എടുത്തോളൂ, ആ സംഘടന നിങ്ങളെ ആ സംഘടനയുടെ അടിമയാക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം ആ കത്തോലിക്ക എന്ന് പറയുന്ന സംഘടനയാണ് അവന് ഏറ്റവും വലുത്. ഒരു IPC കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ IPC എന്ന് പറയുന്ന സംഘടനയാണ് ഏറ്റവും വലുത്. കാരണം അവർ ചിന്തിക്കുന്നത് ദൈവം അവരെ വിളിച്ചത് സംഘടനയിലേക്കാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. വലിയൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ സംഘടനയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ദൈവം തൻ്റെ ശരീരമാകുന്ന സഭയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ സ്നേഹത്തിൻ്റെയും ഐക്യതയുടെയും സ്വഭാവത്തിൽ നടക്കാനായിട്ട് അവർക്ക് പലപ്പോഴും കഴിയുന്നില്ല. ഈവൺ അവരുടെ സംഘടനകൾക്കകത്ത് പോലും ആ സ്നേഹമില്ലെന്നുള്ളതാണ്. സംഘടനകളുടെ ലോക്കൽ യൂണിറ്റുകൾക്കകത്ത് ആ സ്നേഹമില്ല. എന്തെല്ലാം നമ്മൾ കാണുന്നു. അവരുടെ സഭായോഗം എന്ന് പറയുന്ന ആ പരിപാടിക്കകത്ത് തന്നെ എന്തെല്ലാം പരിപാടികൾ നമ്മൾ കാണുന്നു. അതിനകത്ത് പോലും സ്നേഹിക്കാനായിട്ട് കഴിയാത്തത് ഈ സംഘടന സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഒന്നുകൂടെ പറയാം. ദൈവം നമ്മെ വിളിച്ചത് ഒരു സംഘടനയ്ക്കകത്തേക്കുമല്ല. സംഘടനകൾ പലതുണ്ട്. നിങ്ങളൊരു സംഘടനയിൽ അംഗമായിരിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അംഗമായിരിക്കാം, അതിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നിങ്ങൾ ഇത് മനസ്സിലാക്കണം, ദൈവം നിങ്ങളെ വിളിച്ചത് ആ സംഘടനയിലേക്കല്ല. ദൈവം നിങ്ങളെ വിളിച്ചത് അവൻ്റെ പുത്രൻ്റെ ഏക ശരീരമായ സഭയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഘടനയ്ക്ക് നമുക്ക് രണ്ടാം സ്ഥാനമേ ഉണ്ടായിരിക്കുകയുള്ളൂ. സംഘടനയായിരിക്കില്ല നമ്മുടെ വിഷയം, സഭയായിരിക്കും നമ്മുടെ വിഷയം. മറക്കരുത്. നോക്കിക്കേ, ഇന്ന് നമ്മൾ കാണുന്ന ഈ എക്സിക്യൂട്ടീവ്സും പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ സഭയ്ക്കുള്ളതല്ല, അതൊക്കെ സംഘടനകൾക്കുള്ളതാണ്. ഞാൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ ഒരു ശുശ്രൂഷകനായിരിക്കുന്ന സമയത്ത്
ഏറ്റവും അവസാനം ഞാൻ ശുശ്രൂഷിച്ചത് കോഴിക്കോട് ജില്ലയിലുള്ള ഒരു സഭയിലാണ്. അവിടെ ഞാനവിടെ ചാർജ് എടുത്തു കഴിഞ്ഞ് ആദ്യത്തെ ജനറൽ ബോഡി നടക്കുക, അതായത് പുതിയ കമ്മിറ്റിയൊക്കെ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ജനറൽ ബോഡി സ്റ്റാർട്ട് ചെയ്തു. പാസ് എന്നുള്ള നിലയ്ക്ക് ഞാനാണ് അതിൻ്റെ അധ്യക്ഷൻ. ജനറൽ ബോഡി സ്റ്റാർട്ട് ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്ത് പഴയ കമ്മിറ്റിയുള്ളവരെയൊക്കെ എഴുന്നേൽപ്പിച്ച് നിർത്തി അവരെ ഒന്ന് അഭിനന്ദിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ കമ്മിറ്റി പിരിച്ചു വിട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ പുതിയൊരു കമ്മിറ്റി തിരഞ്ഞെടുക്കാൻ പോവുക, സെക്രട്ടറിയും ട്രഷററേയും കമ്മിറ്റി അംഗങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കാൻ പോവുക. അതിനുമുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്മളിന്ന് തിരഞ്ഞെടുക്കാനായിട്ട് പോകുന്നത് സെക്രട്ടറിയും ട്രഷററും കമ്മിറ്റി മെമ്പേഴ്സിനെയും ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് സഭയുടെ അല്ല, IPC എന്ന സംഘടനയുടെ ലോക്കൽ യൂണിറ്റിൻ്റെയാണ്. സഭയ്ക്ക് സെക്രട്ടറിയും ട്രഷററും ഒന്നുമില്ല. നമ്മൾ FS ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണും, ദൈവം സഭയിൽ ചിലരെ പ്രസിഡൻ്റായും ചിലരെ സെക്രട്ടറിയായും ചിലരെ ട്രഷററായും ചിലരെ ജോയിൻറ്റ് സെക്രട്ടറിയായും ചിലരെ കമ്മിറ്റി മെമ്പർമാരായി നിയമിച്ചു എന്നല്ല പറഞ്ഞത്. സഭയിൽ ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചു എന്ന്. അപ്പം സഭയ്ക്കകത്ത് ശുശ്രൂഷകന്മാരാണുള്ളത്. സെക്രട്ടറിയും ട്രഷററും ജോയിൻറ്റ് സെക്രട്ടറിയും കമ്മിറ്റി മെമ്പേഴ്സും ഒക്കെ സംഘടനയ്ക്കാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളാരും പറയരുത് ഞങ്ങൾ കാക്കവയൽ സഭയുടെ സെക്രട്ടറിയാണ് ട്രഷററാണ് എന്ന് പറയരുത്. IPCയുടെ ആ സ്ഥലത്തെ ലോക്കൽ യൂണിറ്റിൻ്റെ സെക്രട്ടറിയും ട്രഷററുമാണെന്ന് പറയണം. ഇത് രണ്ടും രണ്ടാണ്. സംഘടന വേറെ, സഭ വേറെ, മറക്കരുത്. കർത്താവ് നമ്മെ വിളിച്ചത്, ദൈവം നമ്മെ വിളിച്ചത് ഏതെങ്കിലും ഒരു സംഘടനയിലേക്കല്ല. ദൈവം നമ്മെ വിളിച്ചത് അവൻ്റെ ശരീരമാകുന്ന ഏകസഭയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഏകസഭയിൽ അംഗങ്ങളായിരിക്കാനായിട്ട്, ആ ഏകസഭയിലേക്ക് കർത്താവ് നമ്മെ വിളിച്ചതിനനുസരിച്ച് നമ്മൾ 3-ാം വാക്യം വരെ ചിന്തിച്ച ആ രീതിയിൽ വിനയത്തോടെ, ദീർഘക്ഷമയോടെ, ഐക്യതയോടെ, ക്ഷമിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, സൗമ്യതയോടെ ഒക്കെ മുൻപോട്ടേക്ക് നടക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മെ വിളിച്ചത് എവിടേക്കാണെന്ന് നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം നമുക്കൊരിക്കലും മറക്കാനായിട്ട് കഴിയില്ല. ഇത് നമ്മൾ മറക്കുന്നതുകൊണ്ട്, നമ്മെ എങ്ങോട്ട് വിളിച്ചു എന്ന് നമ്മൾ മറക്കുന്നത് കൊണ്ടാണ് ഇവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. മറക്കരുത്, കർത്താവ് നമ്മെ വിളിച്ചത് സംഘടനയിലേക്കല്ല, അവൻ്റെ ഏക ശരീരമായ സഭയിലേക്കാണ്. അതുകൊണ്ട് ആ വിളിക്ക് യോഗ്യമാവണ്ണം നമുക്ക് നടക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.